Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, സ്വാഗതം. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്സുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. റെഡി അല്ലേ? ചോദ്യം നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ഒരു കറന്റ് കടന്നുപോകുന്ന സോളിനോയിഡിനുള്ളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ പാറ്റേൺ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ശ്രദ്ധിക്കൂ. ഓപ്ഷൻ എയിൽ കാണുന്നതുപോലെ സമാന്തരമായ നേർരേഖകളാണോ? അതോ ഓപ്ഷൻ ബിയിലെ പോലെ സർക്കുലർ ലൂപ്പുകളാണോ? അല്ലെങ്കിൽ ഓപ്ഷൻ സിയിലെ പോലെ വളഞ്ഞ രേഖകളാണോ? അതുമല്ലെങ്കിൽ ഓപ്ഷൻ ഡിയിലെ പോലെ ചെറിയ സർക്കിളുകൾ ആണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉത്തരം കിട്ടിയോ? വെരി ഗുഡ്. ശരിയായ ഉത്തരം ഏതാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഈ സോളിനോയിഡിന്റെ ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഈ സോളിനോയിഡ്? ഒരു സിലിണ്ടറിന്റെ ആകൃതിയിൽ അടുത്തടുത്ത് ചുറ്റിയ ഇൻസുലേറ്റഡ് ആയ ധാരാളം കോപ്പർ വയറുകൾ അടങ്ങിയ കോയിലിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. ഒരു സ്പ്രിംഗ് പോലെ. ഇതിലൂടെ കറന്റ് ഒഴുകുമ്പോൾ അത് ഒരു ബാർ മാഗ്നറ്റിന് സമാനമായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. അതിനൊരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ചോദ്യം സോളിനോയിഡിന്റെ ഉള്ളിലെ ഫീൽഡിനെ കുറിച്ചാണ്. ചിത്രത്തിൽ ഉള്ളിലേക്ക് നോക്കൂ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പരസ്പരം പാരലൽ ആയ നേർരേഖകളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാരലൽ ആയ നേർരേഖകൾ ആണെങ്കിൽ അതിനർത്ഥം ആ സ്ഥലത്തെ എല്ലാ പോയിന്റുകളിലും മാഗ്നറ്റിക് ഫീൽഡ് കൃത്യമായി ഒരുപോലെ ആയിരിക്കും എന്നാണ്. അതായത് സോളിനോയിഡിനുള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആണ്. ഒരു മാറ്റവും ഇല്ലാത്ത ഫീൽഡ്. ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് തിരിച്ചുവരാം. കോയിലിനുള്ളിൽ പാരലൽ ആയ നേർരേഖകൾ കൃത്യമായി കാണിക്കുന്നത് ഓപ്ഷൻ എയിൽ മാത്രമാണ്. മറ്റ് ഓപ്ഷനുകളിൽ കോയിലിനുള്ളിൽ വളഞ്ഞതോ വട്ടത്തിലുള്ളതോ ആയ പാറ്റേണുകളാണ് കാണിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ലാതെ പറയാം, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സൂപ്പർ. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ലേണിംഗ്.